CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ്ടും ഇഡിയുടെ വ്യാപക റെയ്ഡ്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തായ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിലിന്റെ ഫ്ളാറ്റിലും വീട്ടിലുമടക്കം കോഴിക്കോട്ടെ 8 ഇടങ്ങളിലാണ് പരിശോധന. വീണ ടിയും മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ റെയ്ഡിൽ വീണയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളുടെ ചില വിവരങ്ങൾ ഇഡിക്ക് കിട്ടിയിട്ടുണ്ട്. മെയ് 27-ന് വീണ ടിയുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇഡി ഒരു ഡയറി പിടിച്ചെടുത്തിരുന്നു. നിഖിൽ, നന്ദുലാൽ, ഷൈജൽ, ഫൈജാസ് അടക്കം 7 പേരുടെ പേരുകളാണ് ഡയറിയിലുണ്ടായിരുന്നത്. ഇവർ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് വീണയും റിയാസിന്റെ സുഹൃത്തുക്കളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ പരിശോധനകളിലേക്ക് അന്വേഷണ സംഘം കടന്നത്. കോഴിക്കോട് മാത്രം 8 ഇടങ്ങളിലാണ് റെയ്ഡുകൾ നടക്കുന്നത്. റിയാസിന്റെ സുഹൃത്ത് പി നിഖിലിന്റെ ഫ്ളാറ്റിലും വീട്ടിലും അടക്കമാണ് റെയ്ഡ്. നിഖിലിന്റെ സോളസ് എന്ന കമ്പനി, വെസ്റ്റിൽ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി നന്ദുലാലിന്റെ വീട്, പന്തിരാങ്കാവിലെ ക്യാപിറ്റൽ മാർബിൾസ് എന്ന സ്ഥാപനം എന്നിവിടങ്ങളിലും പരിശോധനയുണ്ട്. ഫ്ളാറ്റിലെ പരിശോധനകൾക്കിടെ നിഖിലിന്റെ മൊഴിയും ഇഡി രേഖപ്പെടുത്തി. നിഖിലിന്റെ ഫ്ളാറ്റിലേക്ക് എത്തിയ തൃശൂർ ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ഇഡി നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ചു. ഇവിടെ ഇപ്പം നടന്നിരിക്കുന്ന റെയ്ഡ് 100% രാഷ്ട്രീയ പ്രേരിതമാണ്. മറ്റാർക്കോ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഞങ്ങളിതിനെ വളരെ ശക്തമായി രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഇതിനെ നേരിടും. വീണ ടി പാർട്ണറായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടും പരിശോധനയുണ്ട്. നേരത്തെ കമ്പനിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 16.5 ലക്ഷം രൂപ ഇഡി മരവിപ്പിച്ചിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി.